ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ടപ്പോൾ വീട്ടിൽ ചിക്കനും മീനൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാജേഷ് ഏട്ടൻ ഓട്ടം പോയിട്ട് വരുമ്പോൾ നല്ല മീൻ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴേ പിന്നെ ഏട്ടന് ഇവിടെ ഉച്ചയ്ക്കൊന്നും ഊണ് കഴിക്കാനൊന്നും കുറേ ദിവസമായിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനൊരു കമ്പനിയിൽ ഓട്ടം പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് ഇന്നിപ്പോൾ എന്തായാലും അവിടുത്തെ വർക്കൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ സാധാ നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ സാധാ ഓട്ടം പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഓട്ടം പോയ സമയത്ത് നല്ല മീനാണെന്നൊക്കെ പറഞ്ഞിട്ടേ കേദ്ര മീൻ മേടിച്ചിട്ട് വന്നു കേട്ടോ, കഷ്ണം മീൻ. അപ്പോൾ ഞാനിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മസാലയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് വറുക്കാനും കുറച്ച് കറി വയ്ക്കാനും കൂടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കുടംപുളി ഇട്ടിട്ടാണ് ഇന്ന് കറി വയ്ക്കുന്നത്. കുറേ ദിവസമായിട്ടോ സ്പെഷ്യൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ട് കേട്ടോ. പിന്നെ സ്പെഷ്യൽ വാങ്ങിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനില്ലേനും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ വൈകിട്ടും ചിലപ്പോൾ അധികം ഒന്നും വേണ്ട, കഴിക്കാനൊന്നും വേണ്ട എന്നൊക്കെ പറയും. വരുമ്പോൾ തന്നെ വിളിച്ച് പറയും കേട്ടോ, കഴിക്കാനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഏട്ടൻ അധികം മേടിക്കാറില്ല, ഞാൻ പിന്നെ നിർബന്ധിക്കാറുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സാധാ നാടൻ കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ കുറേ ദിവസമായി മീൻ മേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ എന്തായാലും ഇരിക്കട്ടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ. ഇന്നപ്പോൾ മീൻ കറിയാണ് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ അങ്ങനെ മീൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ എന്തായാലും കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. കുടംപുളി കുറച്ച് തക്കാളി ഇന്ന് കുറച്ച് പേസ്റ്റൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചത്. അതുപോലെ മല്ലിയും മുളകും. മല്ലി ഇന്ന് ഞാൻ അധികം കൂട്ടാറില്ല കേട്ടോ, ഇന്ന് ശകലം ഒരു സ്പൂണൊക്കെ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റാക്കി, പിന്നെ അതേപോലെ തന്നെ ചെറിയ ഉള്ളി കറി വെക്കണതിൽ ഞാൻ ചെറിയ ഉള്ളി കേട്ടോ ആഡ് ചെയ്തത്. അതേപോലെ തന്നെ തക്കാളിയും പേസ്റ്റാക്കി, അതെല്ലാം കൂടി എല്ലാം ഒന്ന് വഴഞ്ഞ് നല്ല മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല എണ്ണ തെളിഞ്ഞ് വന്ന സമയത്ത് ഞാൻ 2 പച്ചമുളകും കീറിയിട്ട് കേട്ടോ. പച്ചമുളക് ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെന്ത് ഇതാവും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ കുടംപുളിയൊക്കെ ഇട്ട് നല്ല ചാറ് കുറുക്കി വന്നപ്പോഴട്ടോ കുറച്ച് ചാറേ ഞാൻ വെച്ചുള്ളൂ, കാരണം ഇത്തിരി എരിവൊക്കെ വേണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ചാറ് കുറുകി വന്നിട്ടിട്ടാ. അപ്പം അങ്ങനെ കുടംപുളിയൊക്കെ ഇട്ട് മീൻ കറിയൊക്കെ റെഡി ആയിട്ടോ. കുറച്ചേ വെച്ചുള്ളൂ, കാരണം കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കാൻ ഞാൻ അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ അതേപോലെ തന്നെ സവോളയാണ് കേട്ടോ ചെറിയ ഉള്ളിക്ക് പകരം എടുത്തത്. പിന്നെ സാധാ നമ്മുടെ കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുന്നതിൻ്റെ അതിനേക്കാളും കുറച്ച് അധികം കുരുമുളക് പൊടി ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പച്ചച്ചോയ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അമ്മായിയുടെ വകന്ന് രാവിലെ തന്നെ പുളിരസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പുളിരസം മാത്രമല്ല കേട്ടോ, ഒന്ന് കാവത്ത് കൂട്ടാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെവ്വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയമ്മായിക്കുള്ളതും വലിയമ്മായിക്കുള്ളതൊക്കെ. ആ കൂട്ടത്തിൽ ചെറിയമ്മായി പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ പച്ചക്കറിക്കാർ വന്നപ്പോൾ കുറച്ച് പച്ചപ്പയറൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മായി അത് എടുത്ത് വയ്ക്കുകയാണ്, പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കുക പച്ചപ്പയർ. അപ്പോൾ അങ്ങനെ രാജേട്ടന് ഊണ് കഴിക്കാൻ വന്നപ്പോൾ അവർക്കുള്ളതായപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി ഓരി വെച്ച് കൊടുത്തു കേട്ടോ. വലിയമ്മായിക്കും പിന്നെ അമ്മയ്ക്കും അവർക്കൊക്കെ ഉള്ള എല്ലാവർക്കും കൊടുത്ത് പിന്നെ ലാസ്റ്റ് വറുക്കാനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കഴിക്കാനിരുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് എന്നാലും ധോനി ബേബി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന്. അപ്പോൾ അവൾ ഇതിനിടയ്ക്കൂടെ വാശി പിടിക്കലും ഫീഡ് ചെയ്യലും ഒക്കെ ആയിട്ട് ആ തിരക്ക് വേറെ കേട്ടോ. ഉറങ്ങിയിട്ടേലേ പറഞ്ഞൊന്നും ഉറങ്ങിയിട്ടേലേ. അങ്ങനെ ചെറിയമ്മയുടെ ഒക്കെ ഒപ്പം കുറച്ച് നേരം കളിച്ച് അങ്ങനെ അവൾ വൈകിട്ടാണ് ഉറങ്ങിയത് കേട്ടോ. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ആ സമയത്താണ് ഉറങ്ങിയത്. പിന്നെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞില്ലേ, റെസ്റ്റ് ചെയ്യാൻ ഉറങ്ങുമൊന്നുമില്ല, വെറുതെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ 4 മണി ചായക്കുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഞാൻ അവർക്കുള്ള കാപ്പി ആദ്യം വെച്ച് വെക്കണം. പിന്നെ അമ്മയ്ക്കും അതേപോലെ അമ്മായിക്കും. ചെറിയമ്മായി അങ്ങനെ കാപ്പി കുടിക്കാറില്ല കേട്ടോ, നെഞ്ചരിച്ചലാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അവർക്കുള്ള കാപ്പിയൊക്കെ ആയി, എല്ലാവർക്കും ഉള്ളത് പാത്രത്തിലൊക്കെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായ എനിക്കും കുട്ടിക്കുള്ളൊരു ഇത്തിരി ചായ, പാല് ഞാൻ രാവിലെ കുറച്ച് മാറ്റി വയ്ക്കും. അങ്ങനെ ആ ചായയും വെച്ച് ആറ്റി അത് കുടിച്ച് കുട്ടിക്ക് പിന്നെ ഇന്ന് അവളൊന്ന് ഉറങ്ങിയോണ്ട് ഞാൻ കുട്ടിക്കുള്ളത് വെച്ചിട്ടാട്ടെ, എനിക്ക് മാത്രമുള്ളത് ഒരു 1.5 ഗ്ലാസ് ചായയും വെച്ച് അങ്ങനെ ചായയും കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വേഗം ഏട്ടൻ്റെ ഇനിയിപ്പോൾ അവൾ പെട്ടെന്ന് നീച്ചാലോ എന്ന് പേടിച്ചിട്ട് ഇനിയിപ്പോൾ ചെറിയമ്മായി വെള്ളം നിറയ്ക്കുന്നുണ്ട്. വെള്ളം 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല, അപ്പം ഇന്ന് വെള്ളം വന്നിരിക്കണു. വെള്ളം വരാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ അലക്കാൻ എല്ലാവരുടെയും കൂടി തുണി അലക്കി കഴിയുമ്പോഴത്തേന് നമ്മളെ കിണറ്റിലും വെള്ളം കുറവാണ്, പിന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും തികയില്ല.
ഞാൻ ഏട്ടൻ്റെ വെള്ള ഷർട്ടും അതേപോലെ ഡബിൾ മുണ്ടൊക്കെ ഉണ്ടായിരുന്നു പുതിയത് കേട്ടോ. അത് വേഗം ഇനി കരിമ്പനെ ഇങ്ങനെ വേർപ്പൊക്കെ അടിച്ചിട്ട് നമ്മളങ്ങനെ കുറേ ദിവസം ഇട്ടാൽ ചിലപ്പോൾ വെള്ളമെല്ലാം പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പനെ എങ്ങാനും അടിച്ചാലെന്ന് വിചാരിച്ച് വേഗം ഏട്ടൻ്റെ വെള്ള ഷർട്ടും അതേപോലെ ഡബിൾ മുണ്ടൊക്കെ വന്നിട്ട് വേഗം തിരുമ്പുക. ആ സമയത്ത് ചെറിയമ്മായി കുട്ടിയുടെ ചീച്ചിത്തുണി ഉണ്ട് ഉമ്മാർത്ത് ഇട്ടുണ്ടായിരുന്നു. അവളെ മേലൊക്കെ കഴുകിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയി ഉറക്കിയത്. ഉറങ്ങാൻ വൈകിയിട്ടേ രാവിലെ ഒന്നും ഉറങ്ങിയിട്ടില്ല അവള്. അപ്പോൾ ആ സമയം കൊണ്ട് അങ്ങനെ കളിച്ചോണ്ടും വാശി പിടിച്ചിട്ടും ചൂടുവെള്ളം കുടിച്ചിട്ടൊക്കെ അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ രാവിലെ ഈ കോറ കഴിക്കണ തന്നെയല്ലേ, വേറൊന്നും കഴിക്കൂല കുട്ടി. അങ്ങനെ വാശിയൊക്കെ പിടിച്ചതാ കുറച്ച് മുന്നേ അങ്ങനെ ഉറങ്ങിയത്. അപ്പോൾ ആ സമയത്താണ് കാപ്പി വെച്ചതും അലക്കാനുള്ള 2 മുണ്ടും അതുപോലെ ഷർട്ടും കുട്ടിയുടെ ചീച്ചിത്തുണിയൊക്കെ വേഗം അലക്കിയെടുത്തിട്ടോ. അമ്മായി അപ്പോഴത്തേന് അമ്മായി കുറച്ച് തക്കാളി, പച്ചമുളക്, കയ്പ്പയ്ക്ക അങ്ങനെ കുറച്ച് കായക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിൽ നിറക്കി എനിക്ക് അലക്കാനും വെള്ളം വേണ്ടേ. പിന്നെ അവിടെ ഈ പൈപ്പ് അങ്ങോട്ട് എത്തൂല. അപ്പോൾ ഈ പച്ചക്കറി നട്ടോടത്തേക്ക് അപ്പോൾ അവിടെ ഒരു ബേസൻ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഈ പൈപ്പ് കുറച്ചാണ് വലിച്ചിട്ടിട്ട് അവിടെ കൊണ്ടുപോയി നിറച്ചിട്ട് അതിന് ഒരു ചെറിയൊരു ബക്കറ്റും കൊണ്ട് തൂക്കി പിടിച്ചിങ്ങനെ കൊണ്ടുപോകും. എന്നിട്ടാണ് പച്ചക്കറിയില്ല നിൽക്കണ ഭാഗത്ത് കൊണ്ട് ഈ കപ്പ് കൊണ്ട് ഒഴിച്ച് ഇങ്ങനെ നനച്ച് അങ്ങനെ കൊടുക്കാറ് കേട്ടോ. നിറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ കായപ്പയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കായപ്പയ്ക്ക, പച്ചമുളകൊക്കെ 2-3 പ്രാവശ്യം ഇപ്പോൾ അറുത്തു കേട്ടോ. വീട്ടിലെ ആവശ്യത്തിന് ഉപ്പേരി വയ്ക്കാനോ അല്ലെങ്കിൽ മുട്ട പൊരിക്കാനൊക്കെ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് പോയി പറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 34 രാവിലെയും വെള്ളം ഒഴുക്കി അതിന് പോയിട്ട് അതേപോലെ വൈകിട്ടും തന്നെ പണി മാറ്റി വന്ന വെള്ളം ഒഴിക്കും പോയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ വെള്ളം ഒരു ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ കോരി ഇങ്ങനെ കൊണ്ടുപോയി ഒഴിക്കും പാവം. അപ്പോൾ പണി മാറ്റി വന്നിട്ടോ അതൊക്കെ ചെയ്യപ്പോൾ 2 ദിവസം എന്തായാലും പണിക്കൊന്നും പോയിട്ടില്ല, ഇടുപ്പ് വേദനിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ പണിക്ക് പോകാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ ഇരുട്ടാവണതിന് മുന്നേ കൊണ്ടുപോയി നനയ്ക്കുകയാണ്. ആ കാട്ടിൽ കൂടെ പോകണ്ടേ പറഞ്ഞിട്ടേ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ അതാ തോരയിട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം വന്ന് കുളിച്ചു വിട്ടോ അതിനിടയ്ക്ക്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ധനിബീബി എണീറ്റു. അവളോ എണീക്കാതെ ഭക്ഷണം ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ്, കോരേനെ വിരകി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി അത് ചൂടാറ്റിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ അവൾക്ക്. അപ്പോൾ അങ്ങനെ കോരയൊക്കെ ആയി. പിന്നെ ഇനി അതിപ്പോൾ അവൾക്ക് കൊടുക്കും വേണം. ഇനി അവളൊന്ന് മേലി കഴിച്ചിട്ടാണ് കിടത്തിയത്. പിന്നെ അങ്ങനെ ഇപ്പോൾ എണീച്ചിട്ട് പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ അങ്ങനെ പോവുകയുള്ളൂ. പുറത്തിറങ്ങി മുറ്റത്ത് കൂടെ തന്നെ നടക്കുക കേട്ടോ. ചെരുപ്പൊന്നും ഇടുകയില്ല. ചെരുപ്പ് ഇട്ട് കുറച്ച് നടക്കുമ്പോഴത്തേനും ചെരുപ്പ് ഊരിപ്പോവും. അപ്പോൾ ചെരുപ്പിടാൻ അവൾ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല എന്തായാലും വൈകിയാലും. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ഒരുപാട് സീറ്റ് ലൈറ്റും അങ്ങനെയും കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വീട്ടിൽ തന്നെ ലൈറ്റൊക്കെ കാരണം നമുക്ക് നല്ല വട്ടാണ്, പകൽ പോലെ വട്ടാണ്. അതുകൊണ്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി പോവുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിയും ചില സമയത്ത് അധികം വാതിലടച്ചിടാറാണ്. അപ്പോൾ അവൾ ഇറങ്ങി പോകും. പിന്നെ റോഡും അല്ലേ ഫ്രണ്ടിൽ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ അത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാതെ പോവാണ്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലാണ് എന്നൊക്കെ കേട്ടോ. വെയിൽ ആറുമ്പോഴത്തിന് അമ്മായിമാർക്ക് അലക്കാണ്ടാവും, പിന്നെ കുളിക്കാൻ. അപ്പോൾ 2 അമ്മായിമാർ അലക്കലും കുളിയൊക്കെ ആയിട്ട് ഉച്ച കഴിയുമ്പോഴത്തേന് അങ്ങനെ ഒരു തിരക്കാവും. പിന്നെ 6 മണി കഴിഞ്ഞാൽ പിന്നെ തുണികളൊക്കെ തല്ലി തിരുമ്പണമൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ നമുക്ക്, അടുത്തൊക്കെ വീടുള്ളപ്പോഴൊക്കെ. അതൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ അലക്കണതല്ലേ നല്ലത് എന്നൊക്കെ വിചാരിക്കും കേട്ടോ. ഉച്ച കഴിഞ്ഞ് വെയിൽ ആറുമ്പോഴത്തിന് തന്നെ ഇപ്പോൾ ഒരുപാട് സമയം എടുക്കല്ലേ. ഒരു 5:45 ആവുമ്പോഴെന്തായാലും വെയിലൊക്കെ ആറി വരുമ്പോഴത്തേൻ്റെ തണൽ വരുമ്പോഴത്തേന് കേട്ടോ അലക്കണോടത്തുനിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ വെയിൽ കൊണ്ടാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ രാവിലെ അലക്കിയിട്ടാൽ ആ ക്ഷീണം മാറുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.